യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കാം. യോശുവ ചാപ്റ്റർ 1 വേഴ്സ് 2. ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുകയും എൻ്റെ ദാസനായ മോശ മരിച്ചു. Therefore, arise, cross this Jordan, you and all these people, to the land which I am giving to them, to the sons of Israel. ദൈവത്തിൻ്റെ പ്രവർത്തികൾ എല്ലായ്പ്പോഴും വിശേഷത നിറഞ്ഞതാണ്. പ്രൈസ് ഗോഡ്. പറയണം, എൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ വളരെ വിശേഷതയുള്ളതാണ്. ദൈവം പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തികൾ വിശേഷതയുള്ളതായി മാറുന്നു എന്ന് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും. ദൈവം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ മാത്രം എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമല്ല, പിന്നെയോ അതേഴ്സ് ഓൾസോ ക്യാൻ എക്സ്പീരിയൻസ് ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നു എന്നുള്ളത്. തിരുവചനത്തിൽ വളരെ ഓഥൻറ്റിക്കായി കാനോനൈസ് ചെയ്ത വചനഭാഗങ്ങളാണ് ഈ 66 പുസ്തകങ്ങളും. ഇത് ഏറ്റവും ആധികാരികമാകുവാൻ കാരണം ദൈവത്തിൻ്റെ കരസ്പർശം അതിന്മേലുണ്ട് എന്നുള്ളതാണ്. ഇതൊരു ദിവസം കൊണ്ടുണ്ടായതല്ല, ഒരു ഓവർനൈറ്റ് കൊണ്ടുണ്ടായതല്ല, നൂറുകണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട്, നൂറുകണക്കിന് വർഷങ്ങൾ കൊണ്ട് ദൈവം ജനത്തിന് വേണ്ടി രൂപപ്പെടുത്തിയെടുത്ത ആലോചനകളാണ്. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ദൈവാലോചനയായിട്ട് എങ്ങനെ നമുക്ക് സ്വീകരിക്കാം? ഒരു ചോദ്യമാണ്. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ആണല്ലോ നമ്മളെല്ലാ വചനഭാഗങ്ങളിലും വായിക്കുന്നത്. അപ്പോൾ ദൈവത്തെ പ്രൂവ് ചെയ്യുവാൻ, ദൈവത്തിൻ്റെ ഇടപെടലുകൾ ജനം ഗ്രഹിക്കാൻ ദൈവം എല്ലായ്പ്പോഴും ടൂളായി ഉപയോഗിക്കുന്നത് മനുഷ്യരെയാണ്. ഹല്ലേലൂയ. അത് പ്രത്യേകിച്ചും ഒരു വിശേഷതയുള്ളത് അങ്ങനെയുള്ളവരെല്ലാവരും സാധാരണക്കാരായിരുന്നു എന്നുള്ളതാണ്. അതൊരു കോയിൻസിഡൻ്റലായിട്ടുള്ള സംഭവമല്ല, അത് യാദൃച്ഛികമായി വന്നതല്ല. ഇവരെല്ലാം സാധാരണക്കാരായിരുന്നു എന്നുള്ളത്. പിന്നെയോ അവരെല്ലാവരും ദൈവത്തിൻ്റെ വാക്കിന് അനുസരിച്ച് ചലിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് അതിനകത്തെ വിശേഷത. അപ്പോൾ ദൈവം തൻ്റെ മഹത്വം പൂർണ്ണമായും അവരിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അതാണ് ഹല്ലേലൂയ തിരുവചനത്തിൽ ഇങ്ങനെയുള്ള പേരുകളെല്ലാം ഉയർന്നു വരുവാനായിട്ടിടയായി തീർന്നത്. അവരുടെ കാലഘട്ടത്തിൽ ചലഞ്ചസ് അവർക്കുണ്ടായിരുന്നെങ്കിലും, വെല്ലുവിളികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും, അവർ അതിനേക്കാൾ വലുതായി ജീവനുള്ള ദൈവത്തെ കാണുവാൻ ഇടയായി. പ്രൈസ് ഗോഡ്. അപ്പോൾ നാം ജീവിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ മറ്റെന്തൊന്നിനേക്കാളും അധികമായി ദൈവത്തെ കാണുവാൻ, ദൈവത്തിലുള്ളവയെ കാണുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഗുണമേന്മകൾ, വിശേഷതകൾ, ഇവയെ തിരിച്ചറിഞ്ഞ് ബുദ്ധിയോടുകൂടെ അവനോട് ചേർന്ന് നിൽക്കണം. ഹല്ലേലൂയ. അത് വെറുതെയല്ല ബൈബിൾ വാക്യം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന, പറഞ്ഞാട്ടെ, ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ മനുഷ്യപുത്രന്മാരെ തിരയുകയാണ്. അപ്പോൾ ദൈവം നോക്കുന്നത് ആരെയാണ്?
ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം ഇട്ടിരിക്കുന്ന പേരെന്താണ്? ബുദ്ധിമാൻ എന്നുള്ളതായ പേരാണ് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കാണുന്നതും പറയുന്നതുമായ സോ കോൾഡ് ഇന്റലക്ച്വൽസിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ബലഹീന പാത്രങ്ങളെ ബലമുള്ളതാക്കി തീർത്ത, ബലമില്ലാത്തതിനെ ബലമുള്ളതാക്കി തീർന്ന, ഹല്ലേലൂയ, ഭോഷത്വമായതിനെ ഏറ്റവും ജ്ഞാനമുള്ളതാക്കി തീർത്ത ദൈവത്തിൻ്റെ എക്സ്ട്രാ ഓർഡിനറി വർക്കിനെ കുറിച്ചാണ് നാം ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർ ആരാണ്? ഏറ്റവും ബുദ്ധിയുള്ള ആളുകളാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ഫീഡ്ബാക്ക് ഒരു സ്വല്പം കൂടെ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ വേണ്ടും പോലെ അറിയുക, ദൈവത്തെ വേണ്ടും പോലെ മനസ്സിലാക്കുക, ഇതാണ് എല്ലാറ്റിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം. ഇതൊരു കോമൺ ജനറൽ നോളജായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ വളരെ സമ്മർദ്ദങ്ങളുള്ളതായ ഈ ലോക ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും അത് നമ്മളെ സ്വാധീനിക്കാതെ, ആ ഒരു ചിന്ത സ്വാധീനിക്കാതെ അകന്നു നിൽക്കുന്നു. കാരണം പ്രഷറാണ്, സ്വാധീനങ്ങളാണ്. പക്ഷെങ്കിൽ നമ്മൾ ദൈവിക താല്പര്യത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറും. അടുത്തൊരു വചനത്തിൽ ദൈവവചനം ഇങ്ങനെ പ്രത്യേകം ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്നു, ദൈവത്തെ ഏകാഗ്രതയോടെ അന്വേഷിക്കുക. അതിനൊരു വാക്യം ഇങ്ങനെയാണ്, തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് യഹോവ തന്നെത്താൻ ബലവാനെന്ന് കാണിക്കുവാൻ അവൻ്റെ കണ്ണ് ഭൂമിയിൽ എല്ലായിടവും. നിങ്ങൾ എൻ്റെ കൂടെ വരണം, വചനപ്രസംഗമല്ല. ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളെ ഓരോരുത്തരെക്കുറിച്ചും പ്രത്യേക വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങൾ ഇറങ്ങി വരിക, നാം ദൈവമക്കളായി ദൈവത്താൽ മാനിക്കപ്പെട്ടവരായി കാണണമെന്നവന് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയുള്ളൊരു ശുശ്രൂഷയാണെന്ന്. ദൈവത്തിൻ്റെ കരത്തിൻ്റെ സ്പർശനം അനുഭവിപ്പാൻ ദൈവം നിശ്ചയമായിട്ട് സഹായിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആരെയാണ്? തങ്ങൾ ഏകാഗ്രതയോടെ അന്വേഷിക്കുന്നവരെയാണ്. അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഏകാഗ്രതയുള്ള ഹൃദയത്തോടുകൂടെ ദൈവത്തെ അന്വേഷിക്കുക. വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് സൈഡ് ബൈ സൈഡായിട്ടുള്ളതായ അല്ലെങ്കിൽ ഒരു പാർഷ്യലായിട്ടുള്ള ഒരു എൻഗേജ്മെൻ്റ് അല്ല നമ്മുടെ സ്പിരിച്വൽ എക്സ്പീരിയൻസിൽ ഉണ്ടാകേണ്ടത്. പിന്നെയോ അത് ഫുൾനെസ് ആയിട്ടുള്ള അനുഭവത്തോടുകൂടെ, പൂർണ്ണമായ അനുഭവത്തോടുകൂടെ ദൈവത്തെങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുമ്പോൾ അസാധാരണമായ മാറ്റങ്ങൾ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ടിടയാകും. അപ്പോൾ ദൈവം ഒരു കാര്യം കൂടെ അവിടെ ഒരു പ്രോമിസ് കൂടെ അതിനോട് ചേർന്ന് ആഡ് ചെയ്തിരിക്കുകയാണ്. യഹോവ ബലവാനായ ദൈവമാണെന്ന് ദൈവം തെളിയിക്കാൻ പോകുന്ന ആരിലൂടെയാണ്? പറഞ്ഞാട്ടെ, ഏകാഗ്രതയോടെ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓർഡിനറി ആളുകൾ, പിക്ചറിൽ ഒരിക്കലും വരാൻ ഒരു സാധ്യതയുമില്ലാത്ത ആളുകൾ, ഹല്ലേലൂയ, ഒരിക്കലും പിക്ചറിൽ വരാൻ സാധ്യതയില്ലാത്ത ആളുകൾ, ഹല്ലേലൂയ, പെട്ടെന്ന് ലൈം ലൈറ്റിൽ ഉയർന്നു വരുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ വേദപുസ്തക താളുകളിൽ സ്ഥാനം പിടിച്ചതിൻ്റെ കാരണം, ചരിത്രത്തിൻ്റെ താളുകളിൽ സ്ഥാനം പിടിച്ചതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവർക്ക് ലഭിച്ചതായ അവസരങ്ങൾ അവർ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, ഏകാഗ്ര ഹൃദയത്തോടുകൂടെ, സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടെ
അവർ ദൈവത്തെ സേവിക്കാൻ അവർ തയ്യാറായി എന്നുള്ളതാണ്. ഹല്ലേലൂയ. വനാന്തരത്തിൽ ഒരു സ്കോപ്പുമില്ലാതെ കിടന്ന ആളായിരുന്നല്ലോ ദാവീദ് രാജാവ്. ആർക്കും വേണ്ടാത്ത ഒരാള്, ആർക്കും അറിയത്തില്ല. ഇനി അറിയാനൊട്ട് ഒരിക്കലും അവനെ ലൈം ലൈറ്റിൽ കൊണ്ടുവരാൻ ഇടയാകാത്ത സാഹചര്യങ്ങൾ. ഹല്ലേലൂയ. നിങ്ങൾ സാഹചര്യങ്ങളെ ഒരിക്കലും ബ്ലെയിം ചെയ്യണ്ട. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ സാഹചര്യത്തെ നിങ്ങൾ ബ്ലെയിം ചെയ്യരുത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെയും ദൈവത്തിൻ്റെ അറിവോടും കൂടിയാണ് ദൈവപൈതലെ നീ ഇവിടെ ആയിരിക്കുന്നത്, നാം ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് സിറ്റുവേഷനെ ബ്ലെയിം ചെയ്യരുത്. സിറ്റുവേഷനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒരു വേദനയുടെ അനുഭവം നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ടോ? വല്ലാതെ നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ടോ? ആ വിഷയങ്ങളുടെ നടുവിൽ സാഹചര്യങ്ങളെ ബ്ലെയിം ചെയ്യാതെ ദൈവത്തെ സ്തുതിക്കാൻ ഈ പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു. ഉടകമനഹസ്യാല. ഹല്ലേലൂയ. അവൻ ഉയർന്നു വരാനുള്ള വഴികൾ മുഴുവൻ അടയ്ക്കുന്ന അനുഭവമാണ്. തന്നെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് വിടേണ്ടതായ തൻ്റെ പേരൻസ് പോലും തന്നെ മറന്നു പോകുന്ന അനുഭവമാണ്. അതിൽ കൂടുതലൊന്നും വരാനില്ലല്ലോ. അപ്പനും അമ്മയെ മറക്കുന്നതിനേക്കാൾ വലിയ മറവി, വലിയ വലിയ തിരിച്ചടി കിട്ടാനുണ്ടോ? ഹല്ലേലൂയ. അപ്പനും അമ്മയും വീതം വെച്ചപ്പോൾ മനഃപൂർവ്വമായി ഷെയർ കുറച്ചു കൊടുത്തിട്ടുള്ള പല ഫാമിലിയുടെയും വിഷയങ്ങളും ഡിസ്പ്യൂട്ടും ഭാരങ്ങളുമൊക്കെ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ പല നാളുകളിൽ പല സാഹചര്യങ്ങളിൽ കേട്ടിട്ടുണ്ട്. അത് ഭയങ്കരമാണ്, ഇൻടോളറബിളാണ്, താങ്ങാൻ കഴിയാത്തതാണ്. മറ്റാരെങ്കിലും കൂടുന്നാണെങ്കിൽ അത് സഹിക്കാൻ പറ്റും. പക്ഷേ മാതാപിതാക്കളിൽ നിന്ന് അതുണ്ടാകുമ്പോൾ ഒരിക്കലും അത് സഹിക്കാൻ കഴിയില്ല. ഏറ്റവും പെയിൻഫുള്ളാണ്. അങ്ങനെ പെയിൻഫുള്ളായ സാഹചര്യത്തിലൂടെ കടന്നുപോയ ആളാണ് ആര്? ദാവീദ്. അതൊക്കെ എന്തിനു വേണ്ടി എഴുതി വച്ചിരിക്കുന്നു? സാഹചര്യങ്ങളെ പഴിക്കാതെ, സാഹചര്യങ്ങളെ, വേഴ്സ്റ്റായിട്ടുള്ള സാഹചര്യങ്ങളെ ഉയർന്നു വരാനുള്ളതായ വാഹനമാക്കി, ഫ്യൂവലാക്കി, ട്രാൻസ്പോർട്ടാക്കി മാറ്റുന്ന ദൈവം. നിങ്ങൾ ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഈ പകൽ ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ വന്ന ദൈവമക്കളെ, അതരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും വചനത്തിന് ആലോചനയ്ക്ക് ആമേൻ പറയുകയും അത് നെഞ്ചോട് ചേർക്കുകയും ദൈവത്തെ വാതുറന്ന് സ്തുതിച്ച് ഹല്ലേലൂയ വചനം ഹൃദയത്തിൽ ഏൽക്കുക. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. ഈ പ്രതികൂല സാഹചര്യങ്ങളെ ട്രാൻസ്പോർട്ടാക്കുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾക്ക് തോന്നും ഒരു ചലനവും നടക്കത്തില്ലെന്ന്. പക്ഷേ ചലിപ്പിക്കാൻ കഴിയുന്ന ഒരുവൻ നമ്മുടെ മധ്യത്തിൽ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഈ ദാവീദ് രാജാവ്, ഹല്ലേലൂയ, ഇപ്പോൾ നമ്മൾ രാജാവ് എന്നൊക്കെ പറയുമ്പോഴും ഒരു സമയത്ത് നമ്മേക്കാൾ കഠിനമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ആളാണ്. വാഗ്ദത്തങ്ങളൊക്കെ ഹല്ലേലൂയ ഒരു മല പോലെ തൻ്റെ മുൻപിലുണ്ട്. ചിന്തിക്കാൻ കഴിയാവുന്നതിലും അധികമായ വാഗ്ദത്തങ്ങൾ. സ്തോത്രം, 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 സ്തോത്രം. സാധാരണക്കാരനായ ഒരു ദൈവദാസൻ ഒരിക്കൽ മേഘാലയയിൽ വന്ന് 20-28 വർഷം മുമ്പാണ്. അദ്ദേഹം ചെറിയ ചെറിയ ദൈവാലോചനകൾ പറയും, ദൂതുകളൊക്കെ പറയും. അപ്പോൾ അദ്ദേഹം എന്നോട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് വരെയും എൻ്റെ ശുശ്രൂഷയിൽ ഇതുപോലുള്ള ആലോചനകൾ ആരോടും പങ്കുവച്ചിട്ടില്ല. അത്രമാത്രം ശക്തമായ ആലോചനകളാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. ആലോചനകൾ കേട്ടുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ ലെവലിലുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെങ്കിൽ പിന്നത്തേതിൽ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ അതുപോലെ നമ്മൾ സ്വപ്നം കാണാത്ത കാര്യങ്ങൾ, ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, നമ്മുടെ റൂട്ടിലേ ഉള്ള കാര്യങ്ങളല്ല. പക്ഷെങ്കിൽ ദൈവം അതിനെ തിരിച്ച് മറിച്ച് സാഹചര്യങ്ങൾ അനുകൂലമാക്കിക്കൊണ്ട്, ഞാൻ എക്സാമ്പിളാണ് പറഞ്ഞത്. ഇതിനേക്കാൾ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ കാണും. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആ സാഹചര്യങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വരും.
ഹല്ലേലൂയ. അതിന് ഒരു തടസ്സവും, നിങ്ങൾ കാണുന്നതൊന്നും ഒരു തടസ്സമല്ല. ഹല്ലേലൂയ. നിങ്ങൾ കാണുന്നതൊന്നും എന്ത്? ഓ ഹല്ലേലൂയ, തടസ്സമല്ല. ഇമ്പോസിബിൾ ബാരിയർ ആർ നത്തിങ് ടു ഗോഡ്. ഹല്ലേലൂയ. അതാണ് ഇന്ന് വചനത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അസാധ്യമെന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്ന ആ ബാരിയേഴ്സ് ഉണ്ടല്ലോ, അത് ദൈവത്തിന് പ്രവർത്തിക്കുന്നതിനൊരു തടസ്സമല്ല. യെസ്, ഏറ്റു പറഞ്ഞാട്ടെ. ഓ ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ കാണുന്നതായ നിങ്ങളുടെ മുൻപിലെ മേജർ ഒബ്സ്റ്റിക്കിൾസ്, ബാരിയേഴ്സ് എന്തൊക്കെയാണോ, അത് നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കുന്നതിനൊരു തടസ്സമേ അല്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് എൻ്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്ന വൻമല പോലെ നിൽക്കുന്ന പ്രതിസന്ധി, ബാരിയർ, ഒബ്സ്റ്റിക്കിൾ, സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്, ഹല്ലേലൂയ, നിയമക്കുരുക്കുകൾ, സാഹചര്യങ്ങൾ, അതെൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കുന്നതിന് തടസ്സമല്ലെന്ന്. അവൻ ബാരിയർ എടുത്തു മാറ്റാൻ അവനൊരു നിമിഷം മതി. തടസ്സങ്ങൾ എടുത്തു മാറ്റാൻ അവനൊരു ദിവസം മതി, ഒരു നിമിഷം മതി. ഹല്ലേലൂയ. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. വാഗ്ദത്തങ്ങൾ ധാരാളമായിട്ട് ദൈവപൈതലേ അവൻ നിനക്ക് വേണ്ടി പകർന്നു തന്നിട്ടില്ലേ? ധാരാളമായ വാഗ്ദത്തങ്ങളില്ലേ? ഓ, അതൊന്നും വെളിച്ചം കാണത്തില്ലെന്ന് ഇന്നത്തെ സാഹചര്യം കണ്ടുകൊണ്ട് നീ വിധി എഴുതാൻ വരട്ടെ. നീ ദൈവത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്ക്, നിന്റെ കണ്ണുയർത്തി നോക്ക്. Glory be to God, glory be to God, hallelujah. പ്രാരംഭത്തിൽ ഈ ഒരു ആലോചനയിലേക്ക് പരിശുദ്ധാത്മാവ് ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് കൊണ്ടാണ് സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. നോക്കണം, ദാവീദിനെ അവനൊരറിവുമില്ല. അവൻ്റെ വീട്ടിൽ നടക്കുന്ന വലിയൊരു ഗ്രാൻഡ് ഫങ്ഷൻ ഒരറിവും അവനില്ല. അവനെ അറിയിക്കാൻ ആരുമില്ല. അറിയിക്കേണ്ടവരാരും അവനെക്കുറിച്ച് ബോധേഡല്ല. ഗ്ലോറി ബി ടു ഗോഡ്. ആമേൻ പറയണോ? അവർ ബോധേഡല്ല. പക്ഷെ നിന്നെക്കുറിച്ച്, നമ്മെ ഓരോരുത്തരെ കുറിച്ച് ദൈവപൈതലെ ബോധേഡായിട്ടുള്ള ഒരുത്തനുണ്ട്. ഓ സ്തോത്രമെന്ന് അനുഭവിച്ചവർ ഇതിനകത്തില്ലേ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചവർ ഇതിനകത്തില്ലേ? ഇന്ന് പകൽക്കാലം പരിസരം നോക്കാതെ ദൈവത്തെ വാഴ്ത്തട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. നിന്നെ ഓർത്ത ദൈവത്തെ ഇന്ന് പകലൊന്ന് ഓർക്ക്. ഹല്ലേലൂയ. ആരും അറിയാതെ, ആരും പ്രവർത്തിക്കാനില്ലാതെ, ആരും ഒരു വാക്ക് പറയാനില്ലാതെ, ഓ സ്തോത്രം സ്തോത്രമില്ലാതെ ഒറ്റപ്പെട്ട അനുഭവത്തിൽ ദൈവപൈതലെ നീ ആയിരുന്നപ്പോൾ നിന്നെ ഓർത്ത ദൈവം, നിന്നോട് കരുണ കാണിച്ച ദൈവം, ഓ ഹല്ലേലൂയ, ഓർക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം ഓർക്കുക. നമ്മെ ഓർക്കുന്ന ഒരു ദൈവം, നമ്മെ ഓർക്കുന്ന ഒരു ദൈവം, നമുക്ക് വേണ്ടി മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഒരു ദൈവം. ഓ ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ദൈവമക്കൾ പ്രാർത്ഥനയുടെ ഒരു അനുഭവത്തോടെ ഈ ശുശ്രൂഷയിൽ ഇരിക്കട്ടെ. ഖമറബക്ഷസ്യാല. ഓ സ്തോത്രം. ഓർത്ത് ചിലതിനോട് സംസാരിക്കാൻ, ചിലതിനോട് കൽപ്പിക്കാൻ ദൈവം താല്പര്യപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. ചിലതിനോട് കൽപ്പിക്കാൻ ശമൂവേലിനോട് ദൈവം പറഞ്ഞു. സമയങ്ങളിൽ ദൈവം ശമൂവേലിന്റെ ഹൃദയത്തോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓ നീ എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ. നീ എങ്ങനെ, ആരെയാണ് അഭിഷേകം ചെയ്യേണ്ടത്? നീ എന്താണ് സംസാരിക്കേണ്ടത്? ഓ സ്തോത്രം. ആ കൺട്രോൾ എവിടെയാണെന്ന് ഓർക്കണം. ഇന്ന് പകൽക്കാലം കൺട്രോൾ ദൈവപൈതലെ, നിന്റെ കൺട്രോള് നിന്റെ മുൻപിലുള്ള സാഹചര്യമല്ല. ഹല്ലേലൂയ. പിന്നെയോ നിന്റെ കൺട്രോൾ ദൈവത്തിങ്കലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ വാടിയ മുഖത്തോടൊന്നും ഇരിക്കരുത്, ചിരിക്കാതിരിക്കരുത്, നല്ലോണം ചിരിക്കണം. ആ ചിരി തന്നെ നമ്മുടെ ഒരു പ്രൊക്ലമേഷനാണ്. ഹല്ലേലൂയ. നല്ലതായിട്ടൊന്ന് ചിരിച്ച് ഹല്ലേലൂയ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നൊരു കൈ കൊടുക്കുക.
ഇതെല്ലാം ഒരു ഗോസ്പൽ പ്രൊക്ലമേഷൻ ആണ്. ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ്, ഒരു ദൈവ പൈതൽ അത് ചെയ്യുമ്പോൾ അതൊരു മാറ്റമാണ്, അതൊരു സന്ദേശമാണ് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ ഉള്ളി തീയായിരിക്കും, പക്ഷെങ്കിൽ വിശ്വാസ പ്രഖ്യാപനമാണ് അതിലൂടെ നടത്തുന്നത്. നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെ, ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ ഒക്കെ ഹല്ലേലൂയ ദൈവിക സന്ദേശം ലോകത്തിന് കൊടുക്കുവാൻ നമ്മെ കൊണ്ട് കഴിയും. ദൈവവചനം അത് പറയുന്നു. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. പാട്ട് പാടുമ്പോഴും ആരാധിക്കുമ്പോഴും അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊരു ചാൻസ് കിട്ടുമ്പോൾ മറ്റുള്ളവരോട് സുവിശേഷം പറയാവുന്ന ചിന്തകളല്ല, സുവിശേഷമാണ് നല്ലൊരു ഒരാളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. കർത്താവ് പോയിടത്തെല്ലാം അതാണ് ചെയ്തത്. ഹല്ലേലൂയ. അവർ സന്തോഷിച്ചു. വീട്ടിലെ ഇരുട്ടിൻ്റെ അനുഭവം മാറി. ഇവിടെ വിഷയത്തിലേക്ക് വരട്ടെ. ശമൂവേലിനെ നിയന്ത്രിക്കുകയാണ് പൂർണ്ണമായി. ദൈവമാണ് ആ ഫംഗ്ഷന്റെ പൂർണ്ണമായ കോർഡിനേറ്റർ എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഈ യാഥാർത്ഥ്യങ്ങൾ അറിയുമ്പോഴാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് അല്പം പോലും മാറി നിൽക്കാൻ ഇടവരാത്ത ഒരു ബന്ധം നിലനിർത്തുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. പറയണം, അതരം തുറന്ന് എല്ലാവരും പറയണം, എൻ്റെ ഭാവി എൻ്റെ ദൈവമാണ്, എൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം ആ നിലയിൽ അങ്ങനെയാണ് ഈ വേദപുസ്തകം തുടങ്ങി വന്നിടത്തേക്ക് വരികയാണ്. ഈ വെറും ഓർഡിനറി എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പം യഹോവയ കർത്താവിനെ അനോയിൻ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ വളരെ ശക്തമായി ദൈവപുത്രനെന്ന് പ്രൂവ് ചെയ്യുവാനിടയായി. എന്നാൽ ഈ 12-ാം വയസ്സിലൊക്കെ ചെന്ന് യെരുശലേം ദേവാലയത്തിൽ നിന്നപ്പോൾ അടുത്തുള്ള ആളുകളെല്ലാം എന്തുവാ പറഞ്ഞേ? അവൻ്റെ ജ്ഞാനമൊക്കെ കണ്ടപ്പോൾ അവർക്ക് അത് അസാധാരണത്വം തോന്നി. അവർ പറഞ്ഞു, ഇതാ തച്ചൻ്റെ മോനല്ലയോ? 2 ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട് അതിന്. അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, അവർ നിസ്സാരമായിട്ട് അതിനെ കണ്ടു എന്നുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ അതിനകത്തുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അവർക്ക് അങ്ങനെ കാണാൻ കഴിയൂ. പക്ഷെ ദൈവം പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരുടെ നമ്മളെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ മാറ്റുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങൾ സിറ്റുവേഷനെ ബ്ലെയിം ചെയ്യാതെ ദൈവത്തെ സ്തുതിക്കുക. കാരണം അതിനകത്ത് എന്തുണ്ട്? അതുകൊണ്ടാണ് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി പാടിയത്, കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യാശോഭ കാണും, കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യാശോഭ കാണും, പരപരമേശ വരമരുളീശ നീ അത്രയൻ രക്ഷാസ്ഥാനം, പരപരമേശ വരമരുളീശ നീ അത്രയൻ രക്ഷാസ്ഥാനം. ഉള്ളവരെ നാം ഓർക്കണം, കാർമേഘത്തിൻ്റെ നടുവിൽ കട്ട പിടിച്ച് കൂരിരുട്ടിൻ്റെ അനുഭവം നൽകുന്ന എന്തോ ഇപ്പം സംഭവിക്കാൻ പോകും. കാർമേഘം കാണുമ്പോൾ നമ്മൾ യൂഷ്വലി പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒരു മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ആ കാർമേഘത്തിൻ്റെ ആ കടുപ്പം, കളർ ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ചിന്ത വരും, സാധാരണ മഴയാണോ, തകർത്തടിച്ചുള്ള മഴയാണോ, വലിയ ഫ്ലഡാണോ ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതുപോലുള്ള കാർമേഘത്തെ എന്തൊക്കെയോ ഇപ്പം ചെയ്യും, എന്തൊക്കെയോ ഇപ്പം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഭയാനകമായ പാനിക്കായിട്ടുള്ള സിറ്റുവേഷൻ്റെ നടുവിൽ ആ കാർമേഘത്തിൻ്റെ കണ്ടുകൊണ്ട് പാടി ഭക്തൻ അതിൻ്റെ ഉള്ളിലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ മിന്നുന്ന ആ പദപ്രയോഗം അവിടെ വന്നെന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഇമേജറി ആയിട്ടുള്ള ഒരു നരേഷനാണ്. കാരണം ആ ഇരുട്ട് പടരുന്ന അനുഭവത്തിനകത്ത് സാധാരണ വെളിച്ചമല്ല, മിന്നിപ്പിക്കുന്നതായ ശോഭ.
ഹല്ലേലൂയ, ഇന്ന് പറയണം, വിശ്വാസ പ്രഖ്യാപനമാണ്. ഹല്ലേലൂയ, ഇന്ന് ആ വലിയ തിയോളജിയോ ക്ലാസ്സുകളോ അല്ല. ദൈവജനം ഇന്ന് പ്രാക്ടിക്കലി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ചില വിടുതലുകളും ചില കയ്യൊപ്പുകളും ചില കാര്യങ്ങളിൽ വാങ്ങണം. ഹല്ലേലൂയ, അതിനുവേണ്ടി നിങ്ങൾ അധരങ്ങൾ തുറന്നേ മതിയാകൂ, ഹൃദയ കണ്ണുകൾ തുറന്നേ മതിയാകത്തുള്ളൂ, ദൈവത്തോട് പ്രാർത്ഥിച്ചേ മതിയാകൂ, കഴിഞ്ഞ കാലങ്ങൾ നടത്തിയ വിധങ്ങളെ ഓർത്തേ മതിയാകുള്ളൂ, ഈ ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് നിങ്ങൾ ധ്യാനിച്ചേ മതിയാകൂ. ഓ റേബേഖനോസിയ, ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാനിടയാകും. ഇവിടെ ഈ വിഷയത്തിലേക്ക് നാം വരികയാണ്. മോശ, അപ്പോസ്തലന്മാര് കർത്താവ് ചെയ്ത പ്രവൃത്തികളെല്ലാം കണ്ണിൽ കണ്ടവരാണല്ലേ. എന്നാൽ അപ്പോസ്തലന്മാർക്ക് പെട്ടെന്ന് കർത്താവിൻ്റെ വിയോഗം, കർത്താവിൻ്റെ സ്വർഗാരോഹണം അൺഅക്സെപ്റ്റബിൾ ആയിരുന്നു. കാരണം എന്താണെന്നറിയാമോ? അവർക്കൊന്നും അറിയണ്ടായിരുന്നു, എല്ലാം കർത്താവ് കൈകാര്യം ചെയ്യുമായിരുന്നു. അവർക്കുണ്ടായ ആ ഒരു ഭയം, അന്തരീക്ഷം, ഹൃദയത്തിൻ്റെ അവസ്ഥകൾ, ഇതിന് സമാനമായിട്ട് ഇവിടെ യോശുവായ്ക്കും ഉണ്ടാവുകയാണ്. പെട്ടെന്ന് മോശ മരിച്ചു. മോശയ്ക്ക് ശേഷം ബാറ്റൺ പിടിക്കുവാൻ ദൈവം കണ്ടത് യോശുവയെയാണ്. പക്ഷേ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളതായ ജോലിയാണ് ഇനി യോശുവയുടെ മുൻപിൽ ഹല്ലേലൂയ ബാക്കിയായി ശേഷിച്ചിരിക്കുന്നത്. അതെന്തൊക്കെയാണ്? ഹി ഷുഡ് പൊസസ് ദ ലാൻഡ്. അവൻ ആ ഭൂമി കൈവശമാക്കണം. അതുമാത്രമല്ല, അതിനെ ഡിവൈഡ് ചെയ്യണം. ഇസ്രായേൽ ജനത്തെ വളരെ സിസ്റ്റമാറ്റിക്കായി സെറ്റിൽ ചെയ്യണം. ഈ വലിയ മേജർ റെസ്പോൺസിബിലിറ്റിയാണ് മുൻപിൽ കിടക്കുന്നത്. രക്തത്താൽ ജയം. ഹല്ലേലൂയ. ഇവിടെ വല്ലാതെ പതറി നിൽക്കുന്നതായ യോശുവയോട് കർത്താവ് ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. എന്താണത്? ഞാൻ മോശയോടെ കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോടുകൂടെയും ഇരിക്കും എന്നുള്ളൊരു ഉറപ്പാണ്. നമ്മുടെ കർത്താവ് നമുക്ക് തന്ന ഉറപ്പ് എന്താണ്? സ്വർഗാരോഹണത്തിന് സമയത്ത് കർത്താവ് എന്താ പറഞ്ഞത്? ഓ, ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ടിൽ ദ എൻഡ് ഓഫ് ദി എർത്ത്, ടിൽ ദ എൻഡ് ഓഫ് ദ വേൾഡ്, യൂണിവേഴ്സ്. ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. ഞാൻ നിങ്ങളെ ഒറ്റപ്പെടുത്തത്തില്ല. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഓ, ഇങ്ങനെ താൻ സ്നേഹിക്കുന്ന മക്കളോട് കൂടെ ഇരുന്ന് ആലോചന പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഓ ഹല്ലേലൂയ. യുഗങ്ങളുടെ പാറയായ കർത്താവ് അവരെ ഇങ്ങനെ വഴിയാധാരമാക്കി പോകുകയല്ല, കൂടിരിക്കാമെന്നാണ് പറഞ്ഞത്. ഗ്ലോറി ബി ടു ഗോഡ്. ദൈവാത്മാവ് പല നിലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ അവരോട് പറഞ്ഞതായ ആലോചനകൾക്കകത്തവർ നിന്നു. അപ്പോൾ വിടുതലുണ്ടായി. നേരത്തെ അവർക്ക് പല രീതിയിലും അവരൊക്കെ അവരവരുടേതായ ചിന്താഗതികളും അവർക്കുള്ളതായ ജനറ്റിക്കായിട്ടുള്ള ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ ഉണ്ടല്ലോ, ജനറ്റിക്കലി തന്നെ ഉണ്ട് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതശൈലി, ഒരു സിസ്റ്റമാറ്റിക് അല്ലാത്ത ജീവിതശൈലി ഉള്ളവരുണ്ട്, അലംഭാവത്തോടെ കാണുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അതിനും പാടാനേരം ഒഴിഞ്ഞുഭാഷ വരുന്നത് മാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, നമ്മുടെ ജനറ്റിക് വീക്ക്നെസ്സസ് പോലും പരിഹരിക്കപ്പെടും. ഹല്ലേലൂയ. ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ബലപ്പെടാനായി പ്രാർത്ഥിച്ചാൽ മതി. ഓ ഹല്ലേലൂയ. അതാണ് കുറെ നേരം ഒന്ന് ആരാധിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റമില്ലേ? കുറെ നേരം ദൈവത്തെ അന്യഭാഷയിലും ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുമ്പോൾ ഒരു മാറ്റമില്ലേ? ഓ ഗ്ലോറി ബി ടു ഗോഡ്, ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ യോശുവയുടെ ആ ഒരു നല്ല അഷ്വറൻസ് ദൈവം കൊടുത്തു, ഞാൻ കൂടെ ഇരിക്കും. പക്ഷേ റെസ്പോൺസിബിലിറ്റി വളരെ വലുതാണ്. ആദ്യം തന്നെ പറയുന്നത് എന്താണെന്നറിയാമോ? യു ഹാവ് ടു ക്രോസ്
ജോർദാൻ. നിങ്ങൾ എന്ത് ചെയ്യണം? യോർദാൻ മറികടന്നെങ്കിൽ മാത്രമേ ഇതെല്ലാം നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. വാഗ്ദത്തം വലിയ വാഗ്ദത്തമാണ്. ലാൻഡ് പൊസസ് ചെയ്യണം, ജനങ്ങളെ സെറ്റിലാക്കണം. ഈ വാഗ്ദത്തം വളരെ ശക്തമായിട്ടുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ആദ്യം കിടക്കുന്ന ചെറിയ ചെറിയ വർക്കൊന്നുമല്ല. ഈ യോശുവയ്ക്ക് ഈ ഫസ്റ്റിലെ ഈ ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം കൊടുക്കുന്നെന്ന് പറയുമ്പോൾ, യോശുവ ഇന്നും ഇന്നലെയൊന്നും അല്ല ഇത് കണ്ടുവന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിലെ വളർച്ചയെന്ന് പറയുമ്പോൾ, നിർണായകമായ സാഹചര്യങ്ങളിൽ നമ്മൾ വന്ന് പെടുന്ന അവസ്ഥകളിൽ നമ്മൾക്ക് കിട്ടിയ, നമ്മൾ വന്ന വഴികളിൽ പഠിച്ചതായ, നമുക്ക് ലഭിച്ചതായ ആത്മികമായ ഉത്തേജനവും പ്രാപിച്ചതായ വിശ്വാസവും പ്രാപിച്ചതായ ദൈവകൃപകളും എല്ലാം ആ സമയത്ത് ഒരുപോലെ ഫങ്ഷണലാകണം. ഹല്ലേലൂയ. സ്തോത്രം. അത് ഒരുപോലെ. അവിടെ ഒരു പുതിയ ന്യൂ ക്ലാസ് ഇല്ല. ഹല്ലേലൂയ. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളതായ ഒരു പ്രോസസ്സാണ്. മനസ്സിലാക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത്തരത്തിലുള്ള ആലോചനകൾ വരുമ്പോൾ ഒരു സഭയിൽ ഗ്രൗണ്ട് ബ്രേക്കിംഗ് നടത്തി എല്ലാവരെയും ഒന്ന് ചൂടാക്കി സ്റ്റാർട്ടപ്പൊക്കെ കൊടുത്തിങ്ങനെ റെഡിയാക്കി കൊണ്ടുവരുന്ന ആവശ്യം വരുത്തില്ലെന്നേരം. ഹല്ലേലൂയ. കാര്യമായൊരു ആലോചന വന്നു കഴിഞ്ഞാൽ അത് വേണ്ടവരങ്ങ് എടുത്തോളും. കാരണം അവർ എക്സ്പെർട്ടാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ആ മനോ അനുഭവത്തിലേക്ക് നിങ്ങളൊന്ന് വരണം. ഹല്ലേലൂയ. നിങ്ങളാരും സാധാരണക്കാരല്ല. ദൈവം നിങ്ങളെ ഓർത്തിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ അവൻ നിങ്ങളെ കൈപിടിച്ച് നടത്തിയിട്ടുണ്ട്. ശത്രു നിന്റെ പരാജയം കാണാൻ നോക്കിയിരുന്ന ചില മൂമെന്റുകൾ ഉണ്ടായിരുന്നു. ആ സ്ഥാനത്തൊക്കെ ദൈവം കരം പിടിച്ച് നടത്തിയിട്ടുണ്ട്. ഇന്ന് അത് ഓർത്താൽ പോരെ. ഹല്ലേലൂയ. റേബൽ പ്രൗഢ വൽഖനാസിയ. ഹല്ലേലൂയ. യോശുവയോട് അതുകൊണ്ടാണ് പിന്നെ പ്രിലിമിനറി ക്ലാസ്സുകളും ഓറിയന്റേഷനും ഒന്നും യോശുവയ്ക്കില്ല. യോശുവയ്ക്ക് ഡയറക്റ്റ് ആയിട്ടുള്ളതായ കമ്മീഷനിങ് ആണ് ദൈവം നടത്തിയിരിക്കുന്നത്. ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി കൈമാറുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യോശുവായ ദൈവം. പക്ഷെ ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. കൂടിരിക്കാമെന്നൊരു വാക്കുണ്ടല്ലോ, അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാക്കല്ലേ. അപ്പൊ ഈ യോർദാന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, യോർദാൻ ആ സമയത്തെല്ലാം വളരെ വലിയ ഫ്ലഡ് കയറി. യോർദാൻ്റെ ഒരു നേച്ചറേ അതായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് വലിയ ഫ്ലഡുകൾ വലിയ രീതിയിൽ കരകവിഞ്ഞൊഴുകും. അതുകൊണ്ട് തന്നെ യോർദാൻ്റെ കരയൊക്കെ എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫ്ലഡ് കാരണം കൃഷികൾ, കൾട്ടിവേഷൻസൊക്കെ ഇല്ലാതെ പോകുന്ന, നശിച്ചു പോകുന്ന അവസ്ഥകൾ. അതുപോലെ വെള്ളം ഉയർന്നു നിൽക്കുന്ന ഒരുപാട് പ്രതിസന്ധികളിലൂടെ മുമ്പോട്ട് പോകാൻ കഴിയുന്ന. അപ്പോൾ എപ്പോഴും ഇത്രയും ജനം എത്ര പേരുണ്ട്? നമ്മളതാ ഓർക്കേണ്ട. യോശുവയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ എത്രയാണ്? എത്രയോ ലക്ഷം ആളുകളാണ്. അപ്പോൾ ഈ ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയാണോ? ഇന്ന് അതുപോലുള്ള വെല്ലുവിളിയുടെ മുമ്പിൽ ആരെങ്കിലും നിൽപ്പുണ്ടോ? അത്രയും വലിയ വെല്ലുവിളിയുടെ മുമ്പിൽ യോർദാൻ കടക്കാൻ പറഞ്ഞ് നിൽക്കുകയാണ്. ഇത്രയും ആളുകളുമായിട്ട് നിൽക്കുക. മോശയോട് അവർ പിറുപിറുത്തതും ഓരോ ഡേ ബൈ ഡേ ഉള്ള കാര്യങ്ങൾ യോശുവയുടെ മനസ്സിലുണ്ട്. പ്രിയമുള്ളവരെ, പക്ഷേ അവിടെ യോശുവ ഡിസ്പ്ലേ ചെയ്തത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ദൈവത്തിലുള്ള വിശ്വാസം ഡിസ്പ്ലേ ചെയ്യണം ഇന്നത്തെ പ്രതിസന്ധികളുടെ നടുവിൽ. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഇന്ന് പ്രധാനമായി ഒരു കാര്യമാണ് എംഫസൈസ് ചെയ്യുന്നത്. ഇന്നൊരു വിഷയത്തിൻ്റെ മുൻപിൽ വെല്ലുവിളികളെ നേരിട്ട് കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയാണ് പ്രധാനമായൊരു ശുശ്രൂഷ. രണ്ടാമതുള്ളവർ വിശ്വാസത്തിൽ വളർന്നു വരാനും ഒരാവശ്യവുമില്ലാതിരിക്കുന്നവരുണ്ടെങ്കിൽ അവർ ദൈവത്തെ പ്രസാദിപ്പിച്ച് നല്ലോണം കൂടുതൽ ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്നൊരാവശ്യത്തിലിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കാനായിട്ടുള്ള ആ ഒരു ലൈനിലേക്ക് ജനത്തെ കൊണ്ടുപോകുന്നൊരു ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് ഇൻറ്റൻറ്റ് ചെയ്യുമ്പോൾ അത് നടക്കും. ഹല്ലേലൂയ. ഈ വലിയ ഫ്ലഡ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവർക്ക് മുൻപോട്ട് പോകാനുള്ള സ്ട്രാറ്റജികളൊന്നുമില്ല.
എങ്ങനെ പറ്റും? വേറെ വഴിയായിട്ട് ഈ ജനത്തെ നയിക്കാൻ ഒരു വഴിയുമില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലേ? വേറൊരു വഴിയില്ലാത്തൊരവസ്ഥ. അതാണ് വല്ലാത്ത അവസ്ഥ. രണ്ടാമതൊരു ഓപ്ഷൻ മുൻപിൽ ഇല്ലാതിരിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ദൈവം പ്രവർത്തിച്ചേ മതിയാകൂ എന്നൊരു സ്റ്റേജ് വരുന്നില്ലേ? അതുപോലൊരു സ്റ്റേജിലാണ് ഇവിടെ ഈ ജനം യോശുവ പ്രത്യേകിച്ച് ജനവുമായിട്ട് നിൽക്കുന്നത്. പക്ഷെ അവിടെ ദൈവം തക്ക സമയത്ത് ദൈവം ഇടപെടുകയാണ്. ദൈവം ആ ആലോചന 3-ാം അധ്യായത്തിൽ കംപ്ലീറ്റ് അധ്യായം വായിക്കേണ്ടതാണ്, ഞാൻ വായിക്കുന്നില്ല. ദൈവം ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. പെട്ടകം ചുമക്കുന്നതായ പുരോഹിതന്മാർ, അവരാണ് പെട്ടകം ചുമക്കുന്നത്, ദൈവത്തിൻ്റെ നിയമപെട്ടകം ചുമക്കുന്നത്. അവർ യോർദാൻ നദിയുടെ ആ ഭാഗം നിങ്ങൾ വായിക്കുക. അവരുടെ കാല് യോർദാനിൽ ചവിട്ടുമ്പോൾ യോർദാൻ എന്താകും? പിരിയും. പെട്ടകം, ഹല്ലേലൂയ, പുരോഹിതന്മാർ സിംബലൈസ് ചെയ്യുന്നത് തന്നെ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ദൈവിക പദ്ധതി. അത് പുതിയ നിയമത്തിൽ വരുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, രാജകീയ പുരോഹിത വർഗം. അപ്പോൾ പ്രീസ്റ്റ് എന്ന് കേൾക്കുമ്പം നമുക്കൊരു ഡൗട്ടിൻ്റെയും ഭയത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല. വി ആർ ഓൾ ആരാണ്? രാജകീയ പുരോഹിത വർഗമാണ്. പിന്നെ അവരുടെ കയ്യിലുള്ളത് എന്താണ്? ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ പെട്ടകം, ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം. ഈ വചനവുമായിട്ട് അതെല്ലാം വളരെ സിംബോളിക്കായിട്ടുള്ളതായ ഒരു പ്രസൻറ്റേഷനായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ആലോചന ഏറ്റെടുത്തു. വാഗ്ദത്തം വളരെ വളരെ നമുക്ക് പ്രകാശം തരുന്ന രീതിയിൽ, വഴി കാണിക്കുന്ന രീതിയിൽ വാഗ്ദത്തം നിൽക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ മുൻപിലുണ്ട്. അവൻ പ്രവർത്തിച്ച വഴികളുണ്ട്, പ്രവർത്തിച്ച വിധങ്ങളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ മോശയോട് കൂടെ ദൈവം പ്രവർത്തിച്ച വഴികൾ അവിടെയുണ്ട്. ഓർക്കണം പ്രിയമുള്ളവരെ, ഇതുമായി വെള്ളത്തിലേക്ക് ചവിട്ടിയപ്പോൾ കാര്യം നടന്നു. ഞാൻ പറയട്ടെ, വിശ്വാസത്തിൻ്റെ വെറും വിശ്വാസമല്ല, വിശ്വാസത്തിൻ്റെ കൂടെ എന്തുണ്ട്? ദൈവത്തിൻ്റെ വചനം, പെട്ടകം. ഹല്ലേലൂയ, അത് തോളിലാണ്. ഹല്ലേലൂയ, ബാക്കി ചെയ്യുന്നത് ദൈവമാണ്. നമ്മുടെ മുൻപിൽ ഒരുപാട് സമയമില്ല. ബാക്കി ചെയ്യുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ പ്രോമിസ് അനുസരിച്ചാണ് ഇന്ന് ഈ രാജ്യത്ത് ഓരോ ദൈവമക്കളും എത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, ദൈവം ഓർത്തിട്ടും ദൈവം വഴി തുറന്നിട്ടുമാണ് ദൈവം ഗ്രാൻഡ് ചെയ്തുകൊണ്ടാണ് ഞാനുൾപ്പെടെ നമ്മൾ ഓരോരുത്തരും ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മളെക്കുറിച്ചുള്ള കൃത്യമായ ശ്രദ്ധ നമ്മുടെ ദൈവത്തിനുണ്ട്. യെസ്, അത് പറയണം, നമ്മുടെ ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ, നാം എവിടെ ജനിക്കണം, എങ്ങനെ വളരണം, ഏത് മാതാപിതാക്കളായിരിക്കണം നമുക്ക്, നമ്മുടെ ഹെയറും നമ്മുടെ ഫേസും നമ്മുടെ ബോഡി സ്ട്രക്ചറും നമ്മുടെ സറൗണ്ടിങ്ങും എങ്ങനാകണമെന്ന് തീരുമാനിച്ചത് നമ്മളാണോ? നമ്മുടെ മാതാപിതാക്കളാണോ? ദൈവമാണ് തീരുമാനിച്ചത്. ഹല്ലേലൂയ, അങ്ങനെ ഓരോ സ്റ്റേജസിലും ദൈവം നമ്മളെ നടത്തി. ദൈവം ഓർത്ത് നമ്മളെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഇവിടെ പരിപാലിക്കാൻ മാത്രമല്ല, പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം നിവർത്തിക്കാൻ അവൻ ശക്തനാണ്. ആമേൻ പറയണം, അവൻ ശക്തനാണ്. ആ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ, ദൈവസന്നിധിയിൽ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പാദങ്ങൾ മുൻപോട്ട് വയ്ക്കണം. വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ മുൻപോട്ട് വയ്ക്കണം. അവർ പതറി നിന്നില്ല. ദൈവം പറഞ്ഞത് അതുപോലെ അനുസരിക്കുകയാണ്. ഈ നാളുകളിൽ ദൈവം നിങ്ങൾക്ക് ആലോചനകൾ തരും. റേബൽ ക്ഷമനകസ്യ, സാഹചര്യങ്ങളിലൂടെ ദൈവം നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. ചെയ്യേണ്ടതായ ഓരോ കാര്യങ്ങളും അതെല്ലാം ദൈവാത്മാവ് നൽകുന്ന ആലോചനകളാണ്. സ്തോത്രം, നിങ്ങൾ എങ്ങനെ കാര്യങ്ങൾ നീക്കണം എന്നുള്ളത് ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തരും. അവൻ്റെ പക്കൽ ആലോചനയുണ്ട്. ഹല്ലേലൂയ, അവൻ്റെ പക്കൽ സൗഖ്യമുണ്ട്, അവൻ്റെ പക്കൽ വിടുതലുണ്ട്.
അവൻ്റെ പക്കൽ എനിമിയെ എക്സിക്യൂട്ട് ചെയ്യുന്നതായ വഴികൾ അവൻ്റെ പക്കലുണ്ട്. നിന്നെ മാനിക്കുന്ന വഴികൾ അവൻ്റെ പക്കലുണ്ട്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവ പൈതലേ, നിങ്ങളുടെ മുൻപിലുള്ള തടസ്സങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ ഒന്നുമല്ല. ഓ സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളോട് ഇടപെട്ട ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. ഇന്ന് കർത്താവേ, നിന്റെ ജനം തങ്ങളുടെ മുൻപിൽ കാണുന്നതായ ബാരിയേഴ്സ്, അസാധ്യമെന്ന് പറയുന്നതായ ബാരിയർ അങ്ങയുടെ മുൻപിൽ ഒന്നുമല്ല എന്ന് ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ചു. യോർദാൻ കര കവിഞ്ഞൊഴുകുമ്പോൾ അതിൻ്റെ മധ്യത്തിലൂടെ, ആ ഉണങ്ങിയ നിലത്തൂടെ അവരെ നടത്താൻ അങ്ങിറങ്ങി വന്ന് പ്രവർത്തിച്ചല്ലോ. നിന്റെ വചനം ഏറ്റെടുത്ത് നിന്നിൽ വിശ്വസിച്ച് അവർ പാദങ്ങളെ വിശ്വാസത്തോടെ മുൻപോട്ട് വെച്ചപ്പോൾ അങ്ങിറങ്ങി പ്രവർത്തിച്ചല്ലോ. കർത്താവെ, ഈ പകൽ ഞങ്ങളെ കേൾപ്പിച്ച ഈ ദൈവിക വചനം അത് ക്രിയാത്മകമായി ഓരോ ജീവിതത്തിലും പ്രവർത്തിക്കട്ടെ. ശക്തമായ ചില വഴിത്തിരിവുകൾ ഉണ്ടാകട്ടെ. കർത്താവെ, ഇന്ന് നിന്റെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഔദ്യോഗികമായ തലങ്ങളിൽ, ജോലിയോടുള്ള ബന്ധത്തിൽ, പ്രൊഫഷനോടുള്ള ബന്ധത്തിൽ, മറ്റ് വിവിധ ജീവിക്കാനുള്ളതായ തത്രപ്പാടുകളിൽ എടുക്കുന്ന ഓരോ കാര്യങ്ങളുടെ നടുവിലും ഓ റീബൽ ശമനാഹസ്യാല, ഓ സ്തോത്രം, ദൈവ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. പുതിയ ട്വിസ്റ്റുകൾ അതിൻ്റെ മേലുണ്ടാകട്ടെ. യെസ്, പുതിയ ട്വിസ്റ്റുകൾ കർത്താവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. ദൈവജനം പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ ആ ദൈവപ്രവർത്തികൾ നടക്കട്ടെ. വിശ്വാസത്തോടെ തിരുവചനത്തിന് മുൻപിൽ സമർപ്പിച്ച് എരിവോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ഹല്ലേലൂയ. ആ വലിയ തടസ്സങ്ങൾ മാറട്ടെ, വലിയ തടസ്സങ്ങൾ മാറട്ടെ. ഓ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ വലിയ തടസ്സങ്ങൾ മാറട്ടെ, ആ ഭാരങ്ങൾ നീങ്ങട്ടെ, ആ ഭയങ്ങൾ മാറിപ്പോകട്ടെ. ഓ റബലാരഗാമനാദര, ഓ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഭയം മാറട്ടെ. ആ കാർമേഘത്തിന്റെ ഉള്ളിൽ തിളങ്ങുന്ന ദൈവത്തിന്റെ മുഖശോഭ നിന്റെ മക്കൾ അനുഭവമാകട്ടെ. കർത്താവേ, നീ വലിയ കാര്യങ്ങൾ ചെയ്യും. കണ്ണീര് തുടയ്ക്കും, വഴികളെ നീ തുറക്കും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്നതിൻ്റെ വചനമുണ്ട്. നിന്നിൽ ആശ്രയിച്ച് നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഓരോ സ്റ്റെപ്പിലും നിന്റെ കുഞ്ഞുങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, സ്റ്റെപ്പുകൾ, ദൈവം അതിനെ മാനിക്കും. നിന്റെ നാമത്തിൽ വലിയ പ്രവർത്തികൾ നീ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. തളർച്ചകളെ നീ മാറ്റുകയും ക്ഷീണത്തെ നീ മാറ്റുകയും, യെസ്, സന്തോഷം കൊണ്ട് നിറയ്ക്കുകയും ഹല്ലേലൂയ ചെയ്യുവാൻ പോകുന്നതിനായി സ്തോത്രം. നിന്റെ മക്കളെ തിരുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങളാൽ മാനിക്കും. കർത്താവിൻ്റെ വലിയ സാക്ഷികളായി ജീവിക്കും. കർത്താവ് അനുഗ്രഹിച്ചവർ എന്ന പേരോടെ നിലകൊള്ളും. അങ്ങനെ കർത്താവ് ചെയ്യുന്നതിനായി സ്തുതിക്കുന്നു. മഹത്വവും പുകഴ്ചയും കർത്താവിന്. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.